എല്ലാവർക്കും നമസ്കാരം. അലങ്കാര പ്ലാന്റേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു എന്താ പറയുക, നമ്മൾ ആദ്യമായിട്ട് കണ്ടൊരു സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു ചെടി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, അറിഞ്ഞൂടാത്തവരുണ്ടാവും. അപ്പോൾ നമ്മൾ എരിക്കിൻ്റെ മരമാണിത്. നമ്മൾ എരിക്കിൻ്റെ ഇല പല ഔഷധ ഗുണങ്ങളുള്ള സാധനമാണ്. നമ്മൾ നീര് വരുമ്പോഴും അല്ലെങ്കിൽ വേദനയ്ക്കും മറ്റു ഉപയോഗങ്ങൾക്കൊക്കെ നമ്മൾ എരിക്കിൻ്റെ ഇല ഉപയോഗിക്കാറുണ്ട്. പക്ഷേ എരിക്കിൻ്റെ ഇലയിൽ നിന്നാണ് ഈ കാണുന്നൊരു സാധനം ഉണ്ടാവുക എന്ന് നമുക്കറിയില്ലായിരുന്നു. ഇത് അപ്പൂപ്പൻ താടിയാണ്. നമ്മൾ വളരെ നൊസ്റ്റാൾജിക്കായിട്ട് 90s കിഡ്സിനൊക്കെ ഒരുപാട് അറിയാവുന്ന, അല്ലെങ്കിൽ അവർ ഒരുപാട് ആഗ്രഹിച്ച് ഇതുകൊണ്ട് ഇങ്ങനെ പറത്തി വിടുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ അപ്പൂപ്പൻ താടി എന്ന് പറയുമ്പോൾ. ഇതിന് എരിക്കിൽ നിന്നാണ് അപ്പൂപ്പൻ താടി ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് ആദ്യമായിട്ടുള്ളൊരു അറിവാണ്. നമ്മുടെ വീട്ടിൽ ഫ്രണ്ടിലുള്ള സാധനമാണ്. ഇത്രയും കാലം ഞാനും കണ്ടില്ല. ഇന്നലെയാണ് ഞങ്ങളത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ അപ്പൂപ്പൻ താടി എന്ന് പറയുന്ന സാധനം എരിക്കിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞങ്ങളത് വേറെ ഏതെങ്കിലും ചെടിയിൽ നിന്നുണ്ടാകുന്ന ഇതിങ്ങനെ മുറ്റത്തും ഒക്കെ സൈഡിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച് അപ്പുറത്ത് ഏതെങ്കിലും കാട്ടുന്നോ അല്ലെങ്കിൽ അപ്പുറത്ത് ഏതെങ്കിലും ചെടിയിൽ നിന്ന് വരുന്നതായിരിക്കും. പക്ഷേ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന അപ്പൂപ്പൻ താടി അല്ലെങ്കിൽ നമ്മളെ ഇരിക്കുന്നതാണ് ഉണ്ടാകുന്നത് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ എടുത്തത്. ഇപ്പോഴത്തെ ജനറേഷന് ഒട്ടും അറിഞ്ഞിടാത്തൊരു സാധനമാണ് അപ്പൂപ്പൻ താടിയും മറ്റു കാര്യങ്ങളൊക്കെ. അതായത് ഇപ്പോഴത്തെ കുഞ്ഞു മക്കൾക്ക്, നമ്മുടെ ജനറേഷനിൽ എല്ലാവർക്കും ഈ അപ്പൂപ്പൻ താടി വെച്ച് ഇങ്ങനെ ഊതി കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ എരിക്കിൽ നിന്നാണ് അപ്പൂപ്പൻ താടി ഉണ്ടാവുക എന്ന് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ആ ഒരു അറിവ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായത്. നമ്മൾ എരിക്കിൻ്റെ കാൽമുട്ട് വേദനയ്ക്കൊക്കെ എരിക്കിൻ്റെ ഇലയൊക്കെ നമ്മൾ അരച്ച് തേക്കാറും അല്ലെങ്കിൽ എണ്ണയൊക്കെ ഇട്ട് ചെയ്യാറൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം ഔഷധ ഗുണമുള്ള സാധനമാണ് എരിക്കിൻ്റെ ഈ ഒരു ഇല. പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവുക എന്നുള്ളത് നമ്മളിപ്പോഴാണ് അറിഞ്ഞത്. ഇന്നലെയാണ് സത്യം പറഞ്ഞാൽ ഞാനിത് അറിയുന്നത്. അപ്പൂപ്പൻ താടി എരിക്കിലിൻ്റെ മരത്തിൽ നിന്നാണ് വരുന്നത് എന്നുള്ള കാര്യം. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ അപ്പൂപ്പൻ താടി ഇഷ്ടംപോലെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കരുതി അപ്പുറത്ത് ഏതൊന്നും വരുന്നതായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മരത്തിൽ നിന്ന് ഉണ്ടാവുന്നതായിരിക്കും എന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ ഇത് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്താണ് ഈ സാധനം ഉള്ളതെന്നുള്ള കാര്യം നമ്മൾ ഇന്നലെയാണ് അറിയാം. ഇതൊരു എല്ലാവർക്കും അറിയാമായിരിക്കും, അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് കരുതിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്.